നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ ആഫ്രിക്കൻ യാത്രയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആഫ്രിക്കൻ സഞ്ചാരവുമായി ബന്ധപ്പെട്ട 11ാമത്തെ എപ്പിസോഡാണ് ഇത്. കഴിഞ്ഞ 10ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരു കാങ്കോ ഗുഹയിൽ പോയും അവിടുന്ന് അതിനുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളായിരുന്നല്ലോ ഞാൻ കാണിച്ചിരുന്നത്. ആ ഗുഹയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ഇന്നത്തെ അടുത്ത പ്രോഗ്രാം ഓർച്ചിസ് ഫാമിലേക്കാണ്. സഫാരി ഓർച്ചിസ് ഫാമിലി, അതായത് ഒട്ടകപ്പക്ഷികളെ വളർത്തുകയും അതിൻ്റെ എല്ലാ ജീവിതചര്യകൾക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് തുറസായ ഒരു സ്ഥലത്ത് അതിനെ കൂട്ടത്തോടെ വളർത്തുകയും ചെയ്യുന്ന ഒരു ഫാമിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കാങ്കോ ഗുഹയിൽ നിന്നും സഫാരി ഓസ്ട്രിച്ച് ഫാമിലേക്കുള്ള യാത്ര ദക്ഷിണാഫ്രിക്കയിലെ വെസ്റ്റേൺ കോപ്പ് പ്രവിശ്യയിലുള്ള മനോഹരമായ ഓഷോൺ പട്ടണത്തിലൂടെയും അല്ലെങ്കിൽ പട്ടണത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഗ്രാമപ്രദേശത്തിലൂടെയും നമുക്ക് അവിടെ എത്തിച്ചേരാവുന്നേ ഉള്ളൂ. ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഗ്രാമപ്രദേശങ്ങളിലൂടെ പോകാനുള്ള ആ റൂട്ടാണ് തിരഞ്ഞെടുത്തത്. ഈ റൂട്ടിൽ പോകുന്നതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പ്രകൃതി രമണീയമായ കാഴ്ചകളും വ്യത്യസ്തമായ അനുഭവങ്ങളും നൽകുന്ന ഒന്നാണ്. ഈ പ്രദേശം പൊതുവെ വരണ്ടതും എന്നാൽ മനോഹരമായ ഒരു അർദ്ധ മരുഭൂമി സ്വഭാവമുള്ളതുമാണ്. കുറ്റിച്ചെടികളും മുൾച്ചെടികളും നിറഞ്ഞ താഴ്വരകളും ദൂരെ കാണുന്ന മലനിരകളും ഒരു പ്രത്യേക അനുഭവം നൽകുന്നു. ഈ വഴിയിൽ പോകുന്നതുകൊണ്ട് ചെറിയ ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും കാണാം. ഒട്ടകപ്പക്ഷി ഫാമുകൾ ഈ പ്രദേശത്തെ സാധാരണയായി ഉള്ളതിനാൽ അവയെ പരിപാലിക്കുന്ന ചെറിയ ചെറിയ ഫാമുകൾ റോഡരികിൽ കാണാൻ സാധിക്കും. ഓഷോൺ ഒട്ടകപ്പക്ഷികളുടെ ലോക തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സഫാരി ഓസ്ട്രിച്ച് ഫാമിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് മറ്റു ചില ഒട്ടകപ്പക്ഷി ഫാമുകൾ കൂടി ഈ റോഡരികിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ റോഡരികിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ചെറിയ കടകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓസ്ട്രിച്ച് മുട്ടകൾ, തൂവൽ ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ചെറിയ ഷോപ്പുകളിൽ വെച്ച് വിൽക്കുന്നത് നമുക്ക് സർവ്വസാധാരണമായി കാണാവുന്നുണ്ട്. ഈ റൂട്ട് അധികം തിരക്കില്ലാത്തതും ശാന്തമായ ഒരു യാത്രയാണ്. ആയതിനാൽ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് സാവധാനം നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഈ യാത്രയിൽ നമുക്ക് ഓഷോണിൻ്റെ തനതായ പ്രകൃതിയെയും ഒട്ടകപ്പക്ഷി വ്യവസായത്തെയും അടുത്തറിയാൻ സാധിക്കും. ഞങ്ങൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, 40 പേരടങ്ങുന്ന ഞങ്ങളുടെ ഒരു ഗ്രൂപ്പായിരുന്നു ഇത്. ഇനിയും ഒരു അല്പസമയത്തിനുള്ളിൽ നമ്മൾ ആ ഫാമിൻ്റെ പരിസരത്ത് എത്തിച്ചേരും. അതിനുശേഷം ഉള്ള വിവരങ്ങൾ ഞാൻ തരാം. നമ്മൾ ആ ഫാമിലെത്തി. വെൽക്കം ടു സഫാരി ഓർച്ചിസ് ഫാം. ഒട്ടകപ്പക്ഷികളെക്കുറിച്ച് കൂടുതൽ അറിയാനും അവയുടെ ലോകത്തേക്ക് ഒരു യാത്ര പോകാനും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ ഫാം ഒരു അവിസ്മരണീയമായ അനുഭവം തന്നെ സമ്മാനിക്കും. ട്രാക്ടർ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന ഒരു വാഹനത്തിലാണ് ഞങ്ങളെല്ലാവരും കയറിയത്. തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ഓർച്ചിസുകൾ, അതായത് ഒട്ടകപ്പക്ഷികൾ വരികയും ഞങ്ങളിൽ നിന്ന് ആഹാര സാധനങ്ങൾ കൈപ്പറ്റുകയും ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. അത് കാരണം മറ്റു പലരും തന്നെ തുടക്കത്തിൽ തന്നെ ഇതിന് കൊടുക്കാൻ ആവശ്യമായ ഭക്ഷണങ്ങൾ, അതായത് ഈ ഫാമിൽ അനുവദിച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ വാങ്ങിക്കുകയും അവർ കയ്യിൽ കരുതുകയും ചെയ്തിരുന്നു. അത് കാരണം ആ പക്ഷികൾ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കഴിച്ചത്. ഈ ഫാമിനെ കുറിച്ച് വിശദമായിട്ട് വിവരിക്കാൻ തന്നെ ഞങ്ങൾക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഭാഷണവും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ട്രാക്ടറുടെ ശബ്ദം കാരണം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് വലിയതായിട്ട് വില കൽപ്പിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ചിത്രീകരിച്ചതും അത് കിട്ടിയതും. അത് കാരണം ഗൈഡിൻ്റെ സംഭാഷണത്തോടു കൂടി ഞാൻ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ അതൊരു അരോചകമായി തോന്നും. ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ മുഴുവനും ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒട്ടകപ്പക്ഷികളുടെ ഫാമിൻ്റെ ചരിത്രത്തേക്ക് അല്പം ഒന്ന് കണ്ണോടിച്ചാൽ 100-ലധികം വർഷം ചരിത്രമുള്ള ഒരു ഫാമാണിത്. 1800-കളുടെ അവസാനത്തിലും 1900-ൻ്റെ തുടക്കത്തിലുമായിരുന്നു ഒട്ടകപ്പക്ഷി തൂവലുകൾക്ക് ലോകമെമ്പാടും വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നത്. ആ കാലത്ത് ഈ തൂവലുകൾ ആഡംബരത്തിൻ്റെയും പ്രതീകമായിരുന്നു. യൂറോപ്പിലും അമേരിക്കയിലും ധനികരായ സ്ത്രീകളുടെ തൊപ്പികളിലും വസ്ത്രങ്ങളിലും ഇവ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഫാഷൻ ഘടകമായി മാറി. ഈ ആവശ്യം നിറവേറ്റുന്നതിൽ ഓർച്ചിസ് ഫാം ഒരു വലിയ പങ്കുവഹിച്ചു. നിരവധി ഒട്ടകപ്പക്ഷി ഫാമുകൾ ഇവിടെ ഉയർന്നു വന്നു. അത്തരമൊരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചിരിക്കുന്ന ഈ ഫാം. കാലം മാറിയപ്പോൾ തൂവലുകൾക്കുള്ള ഡിമാൻഡ് കുറഞ്ഞെങ്കിലും ഒട്ടകപ്പക്ഷികളെ വളർത്തുന്നതിനും അവയെക്കുറിച്ച് പഠിക്കുന്നതിനും ഈ ഫാം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇന്ന് ഇത് ഒരു മികച്ച ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രവും ഒട്ടകപ്പക്ഷി സംരക്ഷണ കേന്ദ്രവുമാണ്. ഈ ഫാമിൽ എത്തുന്ന ഏതൊരു സന്ദർശകനും ഒട്ടകപ്പക്ഷികളുടെ ജീവിതത്തെക്കുറിച്ച് സമഗ്രമായ ഒരു ചിത്രം ലഭിക്കും. ഫാമിലെ വിദഗ്ധരായ ഗൈഡുകൾ നമുക്ക് ആവശ്യാനുസരണം ഓരോ ഘട്ടങ്ങളിലുള്ള വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കും. വിരഞ്ഞിറങ്ങിയ ഉടനെയുള്ള ഒട്ടകപ്പക്ഷികളുടെ കുഞ്ഞുങ്ങളെ കാണുന്നത് വളരെ രസകരമായ ഒരു അനുഭവമാണ്. ചെറുതായിരിക്കുമ്പോൾ അവ വളരെ ഭംഗിയുള്ളതും ആകർഷകവുമാണ്.
അവയുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒട്ടകപ്പക്ഷി മുട്ടകൾ എങ്ങനെയാണ് വിരിയിച്ചെടുക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആധുനിക ഇൻക്യുബേറ്ററുകളുടെ പ്രവർത്തനം ഗൈഡുകൾ നമുക്ക് വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടകപ്പക്ഷികൾ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നും അവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ പോഷകങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ നമുക്ക് അവയെ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം കൊടുക്കാനുള്ള അവസരവും ലഭിച്ചേക്കും. തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, നമ്മുടെ വണ്ടിയിൽ വന്ന്, നമ്മുടെ വാഹനത്തിൽ വന്ന് നമ്മൾക്ക് കരുതിയിരുന്ന ആഹാരങ്ങൾ കൊത്തിയെടുത്തുകൊണ്ട് പോകുന്നത്. ഇത് മനുഷ്യരുമായിട്ട് കൂടുതൽ ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവിയാണ്. ഒട്ടകപ്പക്ഷികളുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് ഫാമിലെ ഗൈഡുകൾ നമുക്ക് വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. ഉദാഹരണത്തിന്, അവ വേഗത്തിൽ ഓടുന്ന ജീവികളാണ്, മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടാൻ സാധിക്കും എന്നിവയൊക്കെ അവർ വിശദീകരിച്ച് നമുക്ക് തരും. 20 ദിവസം മാത്രം വിരിഞ്ഞ് പ്രായമുള്ള ഒരു ഒട്ടകപ്പക്ഷി കുഞ്ഞിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിനെ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് അതിൻ്റെ മാതാപിതാക്കൾ സൂക്ഷിക്കുന്നത്. ഈ കുഞ്ഞിന് പ്രത്യേക തരത്തിലുള്ള ഭക്ഷണമാണ് ഇവർ കൊടുക്കുന്നത്. ഇതിന് ആവശ്യമായ കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ചുള്ള കാലാവസ്ഥ, അതായത് ചൂട്, തണുപ്പ് എല്ലാം ക്രമീകരിച്ചുള്ള കൂടുകൾ ഇതിന് പ്രത്യേകമായിട്ടുണ്ട്. അത്രയ്ക്ക് സംരക്ഷണയോടുകൂടി നിർത്തിയാൽ മാത്രമേ ഇത് വളർന്നു വരികയുള്ളൂ. ഒരു കാലത്ത് ഒട്ടകപ്പക്ഷി സവാരി ഈ ഫാമിൻ്റെ ഒരു പ്രധാന ആകർഷണമായിരുന്നു. എന്നാൽ മൃഗസംരക്ഷണ നിയമങ്ങളും അവയുടെ സുരക്ഷയും പരിഗണിച്ച് ഇപ്പോൾ ഇത് നിർത്തലാക്കിയിരിക്കുകയാണ്. എങ്കിലും ഈ ചരിത്രപരമായ വംശം നമുക്ക് ഈ ഗൈഡുകളിൽ നിന്നും ചോദിച്ചറിയാനും മനസ്സിലാക്കാനും സാധിക്കും. ഒട്ടകപ്പക്ഷി ഫാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും മാംസം, മുട്ട, തൂവലുകൾ, തുകൽ എന്നിവയ്ക്കായി ഒട്ടകപ്പക്ഷികളെ എങ്ങനെയാണ് വളർത്തുന്നതെന്നും നമുക്കിവിടുന്ന് ഈ ഗൈഡിൻ്റെ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. നിർഭാഗ്യവശാൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഗൈഡിൻ്റെ സംഭാഷണം ഞാൻ ചിത്രീകരിച്ചിരുന്നു എങ്കിലും ട്രാക്ടറിൻ്റെ ശബ്ദം കാരണം അത് വളരെ പ്രാബല്യത്തിലൂടെ മുന്നിട്ട് നിൽക്കുന്നില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങൾ. ആയതിനാലാണ് ഞാനത് മ്യൂട്ട് ചെയ്ത് എൻ്റെ സ്വന്തം വിവരണത്തിലേക്ക് ഞാൻ തിരിഞ്ഞത്. ഈ ഫാം വെറും ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, ഇതിന് നിരവധി പ്രാധാന്യങ്ങളുണ്ട്. ഒട്ടകപ്പക്ഷികളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവ് നൽകുന്നതിന് ഈ ഫാം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഒട്ടകപ്പക്ഷികളുടെ ജനതീയ വൈദ്യം നിലനിർത്തുന്നതിനും അവയുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിനും ഫാം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് ഒരു പ്രധാന സംഭാവന നൽകുന്നുണ്ട്. തൊഴിലവസരങ്ങൾ അതോടൊപ്പം തന്നെ ഇത് സൃഷ്ടിക്കുന്നുണ്ട്. ഒട്ടകപ്പക്ഷികളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ഈ വേദി, അതായത് ഈ ഫാം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഒട്ടകപ്പക്ഷികൾ പൊതുവെ ശാന്തരായ ജീവികളാണെങ്കിലും അവയെ പ്രകോപിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഗൈഡുകൾ നമുക്ക് കൂടെ നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. ഒട്ടകപ്പക്ഷികൾ വളരെ വേഗത്തിലുള്ള ജീവികളാണ്. അവയെ ഓടിക്കാൻ ശ്രമിക്കരുത്. ചിത്രങ്ങൾ എടുക്കുന്നതിന് സാധാരണയായി പ്രശ്നമില്ല. എന്നാൽ ഫ്ലാഷ് ഉപയോഗിച്ച് ഒഴിവാക്കുന്നത് വളരെ നല്ലത്, കാരണം അത് അവയെ അസ്വസ്ഥമാക്കും. ദക്ഷിണാഫ്രിക്ക സന്ദർശിക്കുമ്പോൾ, പ്രത്യേകിച്ച് വാഷ്റൂമിൽ പോവുകയാണെങ്കിൽ സഫാരി ഓഴ്സ് ഫാം തീർച്ചയായും നമ്മളുടെ യാത്രാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. ഒട്ടകപ്പക്ഷികളെക്കുറിച്ച് കൂടുതൽ അറിയാനും അവയുടെ സ്വാഭാവിക ചുറ്റുപാടുകൾ അവയെ കാണാനും അത് നമുക്ക് വളരെ അവസരങ്ങൾ തരുന്നുണ്ട്. ഞങ്ങളിൽ മിക്കവാറും എല്ലാവരും ആ അത്ഭുത മുട്ട എടുക്കുകയും ഫോട്ടോ എടുക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരാൾ കയറി കഴിഞ്ഞാൽ ഇത് പൊട്ടുകയില്ല എന്ന് ആ ഗൈഡ് തന്നെ കയറി ഞങ്ങളെ കാണിച്ചു തരികയും ഞങ്ങളിൽപ്പെട്ട പലരും ഈ മുട്ടയുടെ മുകളിൽ കയറി നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടകളാണ് ഒട്ടകപ്പക്ഷികളുടേത്. ഒരു ഒട്ടകപ്പക്ഷി മുട്ട ഏകദേശം 24 കോഴിമുട്ടകൾക്ക് തുല്യമാണ്. ഇവയുടെ കാഠിന്യം വളരെ കൂടുതലായതിനാൽ ഒരാൾക്ക് ഇതിൻ്റെ മുകളിൽ നിന്നാൽ ഒന്നും പൊട്ടിപ്പോവുകയില്ല എന്നുള്ളത് തീർച്ചയാണ്. ഫാമിൽ നമുക്ക് നേരിട്ട് കാണാനും വേണമെങ്കിൽ ഒരെണ്ണം കയ്യിലെടുത്ത് നോക്കാനുള്ള അവസരം ഈ ഗൈഡുകൾ തന്നെ ഉണ്ടാക്കി തരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പലരും അത് കയ്യിലെടുത്ത് ലാളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പലരും മുട്ട കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു പൊട്ടനായ പോലായി. കാരണം എന്ത് ചെയ്യണം, എങ്ങനെ കഴിക്കണം, അവിശ്വസനീയമായ ഒരു സാധനം കയ്യിൽ കിട്ടിയതുപോലെ. ഞങ്ങളുടെ ഗൈഡാണ് ഈ കാണിച്ചു തരുന്നത്. 2 മുട്ടകളുടെ മുകളിൽ കയറുന്നുണ്ട്, അയാൾ പ്രസ് ചെയ്യുകയാണ്. ഇത് പൊട്ടുകയില്ല എന്ന് പ്രൂഫ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്തത്. അതിനെ അനുകരിക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും ഉണ്ടായിരുന്നു. കണ്ട, മറ്റദ്ദേഹം കയറി നിൽക്കുന്നു. വിശ്വസിച്ചേ പറ്റൂ, അത്ര തന്നെ. ഒരാൾ ധൈര്യമായിട്ട് കയറി നിൽക്കുകയാണ്. ഒട്ടകപ്പക്ഷികളുടെ ഈ വിസ്മയ ലോകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഫാമിൽ നിന്നും ഞങ്ങൾക്ക് ഇന്ന് തന്നെ കേപ്പ് ടൗണിൽ എത്തേണ്ടതായിട്ടുണ്ട്. ഇത് ഏകദേശം 2 മണിക്കൂറിന് മേലിലുള്ള ഒരു യാത്രയാണ്. ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും ദൈർഘ്യമേറിയ വൈൻ റൂട്ടാണ് ഇത്. ഈ റൂട്ടിൽ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങളും ചെറിയ പട്ടണങ്ങളും മലനിരകളും മരുഭൂമി പോലെയുള്ള കാഴ്ചകളും കാണാൻ സാധിക്കും. നിരവധി വൈൻ എസ്റ്റേറ്റുകൾ ഇതിന് ചുറ്റുമുണ്ട്.
അവിടെ നമുക്ക് വൈൻ ഷോപ്പുകളുണ്ട്, ഫാക്ടറികളുണ്ട്. അവിടെയൊക്കെ നമുക്ക് സന്ദർശിക്കാവുന്നേ ഉള്ളൂ. അടുത്ത ഞങ്ങളുടെ പ്രോഗ്രാം ഒരു വൈൻ ഷോപ്പ് സന്ദർശിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വിവരണങ്ങളും വിശദമായ കാര്യങ്ങളുമായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.